ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാനൊന്ന് ബീഫ് ഞാൻ പറയണ്ടേ, നിബു ആണ് പറയണത് കേട്ടോ. നിബു മോളാണ് പറഞ്ഞത്. ശരി. അപ്പൊ ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാനൊന്ന് ബീഫ് കറി ഉണ്ടാക്കാൻ പോണത്. എനിക്കറിയാവുന്ന രീതിയിൽ തട്ടിക്കൂട്ട് ബീഫ് കറിയാണ് കേട്ടോ. കറിയൊക്കെ ഉണ്ടാക്കാൻ സെറ്റാക്കി ശരി വീഡിയോ ഒക്കെ എടുക്കാൻ അവർ നിൽക്കുമ്പോഴേക്കും മസാലപ്പൊടി ഉണ്ടായില്ല. പിന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തട്ടിക്കൂട്ടി മസാല ഉണ്ടാക്കിയിട്ടാ. അപ്പോൾ ചേട്ടൻ ജോലിക്ക് പോയി, ഞാനും കുഞ്ഞു മാത്രമേ ഉള്ളൂ. അപ്പം ഇനി പോയി വാങ്ങിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പം ശരി, കുഴപ്പമില്ല, അങ്ങനെ ഉണ്ട് നോക്കാം കേട്ടോ ഗൈസ്. നമുക്ക് അങ്ങനെ നിവമോള് ഉറങ്ങിട്ടോ. ആള് നല്ല ഉറക്കമാണേ. അപ്പോൾ കുഞ്ഞുറങ്ങണ സമയത്ത് വേഗം പോയിട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ചിരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് ബീഫ് എടുക്കുമ്പോൾ ബീഫ് അങ്ങനെ ഐസ് കട്ട പോലെ ഉണ്ട് കേട്ടോ. ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചതായിരുന്നു. സൺഡേയിൽ വാങ്ങിച്ചതാണ്. അപ്പോൾ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചു കേട്ടോ. ഐസ് അത് അങ്ങനെ കട്ട പോലെ വെന്തില്ലെങ്കിലോ ചിലപ്പോൾ വേവണ പ്രശ്നം വന്നാലോ വിചാരിച്ചിട്ട് അതിനങ്ങനെ വെള്ളം ഒഴിച്ച് വെച്ചു കേട്ടോ. അപ്പോഴേക്കും ഞാൻ കറിക്ക് വേണ്ട സവോള, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ എടുത്തു കേട്ടോ. ഞാൻ ഒരു 3 വലിയ സവോള എടുത്തു. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തു. പിന്നെ ഒരു വലിയൊരു വെളുത്തുള്ളി ഒരു ഉണ്ട ഫുള്ളായിട്ട് എടുത്തു കേട്ടോ. പിന്നെ ഇഞ്ചിൻ്റെ ഒരു കഷ്ണം എടുത്തു. പച്ചമുളക് എടുത്തു കേട്ടോ. സവാളയെന്ന് തൊലി കളഞ്ഞപ്പോൾ എനിക്ക് ഒരു കുഴപ്പമുണ്ടായില്ല. പക്ഷേ ഇഞ്ചിൻ്റെ തൊലി കളയാൻ തുടങ്ങുമ്പോഴേ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങി. എനിക്ക് അങ്ങനെ ഈ കണ്ണ നീറിയിട്ട് രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ എനിക്കങ്ങനെ എപ്പോഴും ഇല്ല. ഞാനങ്ങനെ ഉള്ളി അരിയുമ്പോഴൊന്നും എനിക്ക് അങ്ങനെ കണ്ണരിയണ കൂട്ടത്തിലല്ല, ചെറുതായി അരിഞ്ഞാലും ഉള്ളൂ കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഒരു എരിവ് കേട്ടോ. ഉള്ളിനേക്കാളും എരിവ് തോന്നി എനിക്ക് ഇഞ്ചിനോട് കേട്ടോ. അങ്ങനെ അതൊക്കെ അരിഞ്ഞെടുത്തു വെച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും ബീഫ് വേവിക്കാൻ വെക്കാൻ കുറച്ച് കുരുമുളകും കുറച്ച് പെരുംജീരകം, പിന്നെ ഒരു പച്ചമുളക് 2ആയിട്ട് അരിഞ്ഞത്, പിന്നെ അതിലോട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി അത് അരിഞ്ഞത് കുറച്ചിട്ട് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ ചെറിയുള്ളി ഇല്ലേ, ചെറിയുള്ളി അരിഞ്ഞതും കുറച്ച് അതിലോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ അതിലോട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾ പൊടി, ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി പൊടികളെല്ലാം ചേർത്തു ഞാൻ. പിന്നെ അതിലോട്ട് തക്കാളീൻ്റെ ഒരു കുറച്ച് ഭാഗോട്ടെ ഞാൻ അരിഞ്ഞ് വെച്ചതിൻ്റെ കുറച്ച്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഞാൻ അങ്ങനെ അടച്ചു വെച്ചു കേട്ടോ. കുക്കറിൽ നല്ല വിസിൽ കേൾക്കട്ടെ. നമ്മുടെ കുക്കറിൽ ഒരു 10 വിസിലെങ്കിലും കേൾക്കേണ്ടി വരും കേട്ടോ. അത്യാവശ്യം നല്ല വേവണമല്ലോ. ബീഫൊക്കെ നല്ല വെന്തില്ലെങ്കിൽ പിന്നെ അതൊരു പ്രശ്നമല്ലേ. എന്തോ ഭാഗ്യത്തിന് വിസിൽ കേട്ടു കേട്ടോ. ചില സമയത്ത് കേൾക്കില്ല. അങ്ങനെ ബാക്കി സാധനങ്ങളെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മസാലപ്പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പെരുംജീരകം, പട്ട, കറിയാമ്പ്, ബേ ലീഫൊക്കെ കൂടിയിട്ട് വറുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളീൻ്റെ കൂടെ അങ്ങനെ അരച്ചെടുത്തു കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മുടെ ബീഫ് നോക്കുമ്പോൾ നല്ല വെന്തിട്ടുണ്ടായിരുന്നു, നല്ല പഞ്ഞ് പോലെ വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ടു, തേങ്ങാക്കൊത്ത് ഇട്ടാൽ നല്ല ടേസ്റ്റ് കേട്ടോ. പിന്നെ അതിനോട്ട് സവാള ഇട്ടു. സവാള ഒന്ന് മൂത്ത് വന്നപ്പോഴേക്കും തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ തക്കാളി എടുത്തത് കേട്ടോ. പിന്നെ അതിലോട്ട് നമ്മൾ അരച്ച് വെച്ചത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ നമ്മുടെ ആ ഒരു വറുത്ത സംഭവമില്ലേ, ജീരകം, പട്ടയും കറിയാമ്പൊക്കെ അതും ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ വീണ്ടും അതിലോട്ട് കുറച്ച് കൂടി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്തു കേട്ടോ, ഗ്രേവിക്ക് വേണ്ടി. കാരണം നമ്മൾ നേരത്തെ കുറച്ചല്ലേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതങ്ങനെ നല്ല രീതിയിൽ ഇളക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. കാരണം ഞാൻ വേവിക്കുന്ന സമയത്ത് ഒരുപാട് ഉപ്പ് ചേർക്കില്ല കേട്ടോ. പിന്നെ വേണമെങ്കിൽ ഞാൻ ചേർക്കുള്ളൂ, കൂടിപ്പോയാലോ വിചാരിച്ചിട്ട്. ഇവിടെ ഷിൻഡി കളിക്കുന്നേനോ, വാവക്കുട്ടി കളിക്കുന്നേനോ. കുഞ്ഞാണീറ്റ് നല്ല കളിയാണ് കേട്ടോ. അപ്പോഴേക്കും എന്തായാലും ഭാഗ്യം അടപ്പത്തായി. പിന്നെ നല്ല വെന്തതിന് കുറച്ചൊന്ന് വറ്റിച്ചെടുത്തു കേട്ടോ. പക്ഷെ മസാലപ്പൊടി ഇല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ബീഫ് ഇത്ര അടിപൊളിയായിട്ട് വെക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ നമുക്ക് പെട്ടെന്നൊക്കെ അത്യാവശ്യത്തിനൊക്കെ ഉണ്ടാക്കി നോക്കാം.